നമസ്കാരം. 2025 വർഷഫലത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അനിഴം നക്ഷത്രക്കാർക്ക് 2025 ഗുണഫലങ്ങളും ദോഷഫലങ്ങളും പരിഹാരങ്ങളും എന്തെല്ലാമാണെന്ന് നോക്കാം. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നു എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ നിങ്ങൾക്ക് ജ്യോതിഷ സംബന്ധമായ സംശയങ്ങൾ ഉണ്ടാകുന്നു എന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കൂ. 2025 അനിഴം നക്ഷത്രക്കാർക്കുണ്ടാകുന്ന ഗുണഫലങ്ങൾ. പ്രതീക്ഷിക്കാത്ത യാത്രകൾ ജീവിതത്തിൽ വേണ്ടിവരും. എന്നാൽ ഈ യാത്രകളിലൂടെ ഒരുപാട് നേട്ടങ്ങളും നിങ്ങൾക്ക് കൈവരിക്കുവാൻ സാധിക്കും. പ്രൈവറ്റ് മേഖലയിൽ ജോലി ചെയ്യുന്ന വ്യക്തികൾക്ക് ഒരുപാട് നേട്ടങ്ങൾ കൈവരിക്കുവാൻ സാധിക്കുന്ന ഒരു വർഷം തന്നെയാണ് 2025. മാനസിക സന്തോഷം വർദ്ധിക്കുവാനുള്ള സാധ്യത കൂടുതലായി കാണപ്പെടുന്നു. നിങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കുവാനും ഈ ഒരു വർഷം നിങ്ങൾക്ക് കഴിയുക തന്നെ ചെയ്യും. ഗ്രഹങ്ങൾക്ക് അറ്റകുറ്റ പണികൾ ചെയ്യുവാൻ വേണ്ടി സാമ്പത്തികം ചിലവാക്കേണ്ടി വരും. തടസ്സങ്ങൾ മാറുവാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ, അതായത് ഒരുപാട് നിങ്ങൾ കഠിനാധ്വാനം ചെയ്യേണ്ടി വരും. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾക്കെല്ലാം ആദ്യത്തെ പ്രാവശ്യം തടസ്സങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വീണ്ടും അതിന് ശ്രമിക്കുക. വീണ്ടും ശ്രമിച്ചാൽ മാത്രമേ നല്ലൊരു വിജയത്തിലോട്ട് എത്തിച്ചേരുവാൻ സാധിക്കുകയുള്ളൂ. വിദ്യാർത്ഥികൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. ഒരു പ്രാവശ്യം പഠിച്ചു എന്ന് കരുതി നിങ്ങൾക്കത് മനസ്സിലാകുവാനോ അല്ലെങ്കിൽ ആ പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് പൂർണ്ണമായും മാർക്ക് ലഭിക്കുവാനോ സാധിക്കില്ല. അതുകൊണ്ട് വീണ്ടും പഠിച്ചുകൊണ്ടിരിക്കുക. ടെസ്റ്റുകൾ എഴുതുന്ന വ്യക്തികൾക്ക് ആദ്യ പ്രാവശ്യം പലരും ഇൻ്റർവ്യൂയോ അല്ലെങ്കിൽ ടെസ്റ്റുകളോ എല്ലാം അറ്റൻഡ് ചെയ്യുന്ന വ്യക്തികളാണ്. ഇവർക്ക് ആദ്യത്തെ പ്രാവശ്യം തടസ്സങ്ങൾ ഉണ്ടാകുന്നു, അല്ലെങ്കിൽ മാർക്ക് കുറയുന്നു, പരാജയങ്ങൾ വരുന്നു എന്ന് കരുതി എനിക്കിനി അത് കഴിയില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുകയോ ഉപേക്ഷിക്കുകയോ ചെയ്യരുത്. വീണ്ടും ആത്മാർത്ഥമായി നിങ്ങൾ വീണ്ടും പഠിച്ചുകൊണ്ട് തന്നെ അതിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കണം. നിങ്ങൾക്ക് വിജയമുണ്ടാകും. നിങ്ങൾ എന്ത് കാര്യത്തിന് ഇറങ്ങിയാലും തടസ്സങ്ങൾ വരുവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങൾക്കും ഈ ഒരു വർഷം രണ്ടാമത്തെ പ്രാവശ്യമോ അല്ലെങ്കിൽ ഒരു മൂന്നാമത്തെ പ്രാവശ്യം മാത്രമേ വിജയത്തിൽ എത്തിച്ചേരുവാൻ സാധിക്കുകയുള്ളൂ. പരാജയം സംഭവിച്ചു എന്ന് കരുതി മാറി നിൽക്കാതെ ആത്മവിശ്വാസത്തോടു കൂടി ഇറങ്ങി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നേട്ടങ്ങൾ ഉണ്ടാകാനും വിജയങ്ങൾ നേടുവാനും സാധിക്കും. പുതിയ ഗ്രഹം നിർമ്മാണത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ നിങ്ങൾ പുതിയ ഗ്രഹം വാങ്ങുന്നതിന് വേണ്ടിയോ ധനം ചെലവാക്കേണ്ടി വരുന്ന ഒരു വർഷം തന്നെയാണ്. ബിസിനസ്സിൽ പണച്ചെലവ് അധികമാകാൻ, അത് കൂടുതലാകാൻ സാധ്യതയുണ്ട്. അതായത് നിങ്ങൾക്ക് ലഭിക്കുന്ന ലാഭം കുറയുവാനും ചിലവുകൾ കൂടുതലായി വരുവാനും സാധ്യതയുണ്ട്. നിങ്ങൾ ഒരുപാട് സ്റ്റാഫുകളെ വെച്ച് ബിസിനസ് ചെയ്യുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ആ സ്റ്റാഫുകളുടെ എണ്ണം കൂടുതലായി വരുവാനും നിങ്ങളുടെ ലാഭം കുറയുവാനും, അല്ലെങ്കിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സാമ്പത്തികം കൂടുതലാകുകയും ലാഭം കുറയുവാനും എല്ലാം സാധ്യതയുണ്ട്. വളരെ ശ്രദ്ധയോടുകൂടി ബിസിനസ് ചെയ്യുന്നവർ ശ്രദ്ധിക്കുക. സാമ്പത്തിക ഇടപാടുകൾ സ്വന്തമായി തന്നെ കൈകാര്യം ചെയ്യും, മറ്റൊരാളെ ഏൽപ്പിക്കാതെ സ്വയം കൈകാര്യം ചെയ്യുന്നത് നല്ലത് തന്നെയായിരിക്കും. തൊഴിൽ രംഗത്ത് നിരവധി അവസരങ്ങളും നിങ്ങളെ തേടി വരുവാൻ സാധ്യതയുണ്ട്. അതിനു വേണ്ടിയും യാത്രകൾ ചെയ്യേണ്ടി വരും. പുണ്യസ്ഥലങ്ങൾ ദർശിക്കുന്നതിന് വേണ്ടി ഒരുപാട് യാത്രകൾ നടത്തേണ്ടി വരും. ഇതിലൂടെ എല്ലാം നിങ്ങൾക്ക് നേട്ടങ്ങളും അംഗീകാരങ്ങളും സംതൃപ്തിയും നേടുവാൻ സാധിക്കുന്ന ഒരു വർഷം തന്നെയാണ്. ദീർഘദൂര യാത്രയ്ക്കായി നിങ്ങൾ പണം ചെലവാക്കേണ്ടി വരുന്ന ഒരു സമയവും കൂടിയാണ്. അപ്പോൾ ജോലി സംബന്ധമായിട്ടും അല്ലാതെയും ഒരുപാട് യാത്രകൾ ഈ ഒരു വർഷത്തിൽ കാണുന്നുണ്ട്. ചെറിയ രീതിയിലുള്ള ത്വക്ക് സംബന്ധമായ രോഗങ്ങൾ ഉണ്ടാകാനും സാധ്യത കൂടുതലായി കാണപ്പെടുന്നു. അപ്പോൾ അങ്ങനത്തെ രോഗാവസ്ഥ എന്തെങ്കിലും ഒരു കാണുന്നു, നമ്മുടെ ശരീരത്തിൽ അങ്ങനത്തെ എന്തെങ്കിലും ബുദ്ധിമുട്ട് കാണുന്നു എന്നുണ്ടെങ്കിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. പുതിയ പദ്ധതികളെക്കുറിച്ച് ആലോചിക്കുന്നത് വളരെ നല്ലതായിരിക്കില്ല. അതായത് ഈ ഒരു വർഷം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പതിവുപോലെ ചെയ്ത് മുന്നോട്ട് പോകുന്നത് തന്നെയായിരിക്കും നല്ലത്. പുതിയ പുതിയ കാര്യങ്ങളോട്ട് ഇറങ്ങുന്നത് അത്ര വിജയിക്കാൻ 100% വിജയിക്കുവാൻ സാധ്യത കുറവ്. നേരത്തെ പറഞ്ഞതുപോലെ മുൻപൊരു പരാജയം സംഭവിച്ചതിന് ശേഷമായിരിക്കും വിജയത്തിലോട്ട് പോകുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ കാര്യം ചെയ്തു പോയി കഴിഞ്ഞാൽ അതങ്ങനെ തന്നെ മുന്നോട്ട് പോകും. പുതിയ പുതിയ കാര്യങ്ങളോട്ട് ഇറങ്ങുമ്പോഴേക്കും നഷ്ടം വന്നതിന് ശേഷം മാത്രമേ അടുത്തൊരു ലാഭത്തിലോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ വീണ്ടും നമുക്കതൊരു വീണ്ടും ഓപ്പൺ ചെയ്ത് വീണ്ടും ലാഭത്തിലോട്ട് കൊണ്ടുപോകാൻ ഒരുപാട് ധനച്ചെലവും അതുപോലെ തന്നെ മെൻ്റൽ സ്ട്രെസ്സും എല്ലാം വേണ്ടി വരും. അതുകൊണ്ടൊന്ന് ശ്രദ്ധയോടു കൂടി മുന്നോട്ട് പോകുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ചെറിയ രീതിയിലുള്ളൊരു രോഗ സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ കുഞ്ഞുങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ എന്തെങ്കിലും വരുന്നു എന്നുണ്ടെങ്കിൽ അതും വളരെ ശ്രദ്ധയിൽ എടുക്കുക. വിദ്യാർത്ഥികൾക്ക് പുതിയ പുതിയ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ കിട്ടുക, അല്ലെങ്കിൽ വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ അവർക്ക് അവിടെ പോയി പഠിക്കുവാൻ സാധിക്കാം. അതിനുവേണ്ടി ടെസ്റ്റ് എഴുതിയിട്ടുള്ളവർക്ക് വിജയം കൈവരിക്കുവാൻ സാധിക്കുക. അങ്ങനെയുള്ള ഒരുപാട് നേട്ടങ്ങൾ
നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു വർഷം തന്നെയായിരിക്കും. കലാകായിക രംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന വ്യക്തികൾക്ക് നേട്ടങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. വസ്തു സംബന്ധമായിട്ടും അതിനുള്ള അല്ലെങ്കിൽ വസ്തു സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ധനപരമായിട്ടുള്ള ലാഭം നേടാൻ സാധ്യത, അതായത് വസ്തു സംബന്ധമായിട്ടുള്ള ബിസിനസ് ചെയ്യുന്നവർ, അല്ലെങ്കിൽ അതിൽ നിന്നും ഇടനിലയായിട്ട് നിന്ന് ജോലി ചെയ്യുന്ന വ്യക്തികൾ, അല്ലെങ്കിൽ അതിൽ നിന്നും കൃഷി ചെയ്യുകയോ അല്ലെങ്കിൽ ആ വസ്തു വാടകയ്ക്ക് കൊടുക്കുക, അങ്ങനെയൊക്കെ ചെയ്യുന്ന പല പല വ്യക്തികൾ കാണും. അത് വെച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരുപാട് ആൾക്കാർ കാണും നമ്മുടെ സമൂഹത്തിൽ. അപ്പോൾ അവർക്കെല്ലാവർക്കും വളരെ പോസിറ്റീവായിട്ട് ഗുണകരമായിട്ടുള്ള അനുഭവങ്ങൾ വരുന്ന ഒരു വർഷം തന്നെയായിരിക്കും. കൂടാതെ ഉദ്യോഗസ്ഥരിൽ നിന്നുള്ള നല്ല ഒരു അഭിപ്രായങ്ങൾ കിട്ടുന്ന ഒരു വർഷവും കൂടി തന്നെയാണ്. ജോലി സംബന്ധമായിട്ട് ജോലി സ്ഥലത്തും ഒരുപാട് പോസിറ്റീവായിട്ടുള്ള അനുഭവങ്ങൾ ജീവിതത്തിൽ വരുവാൻ സാധ്യത കൂടുതലായി കാണപ്പെടുന്നു. നിങ്ങൾക്കുള്ള ദോഷങ്ങൾ മാറുന്നതിനും ഗുണഫലങ്ങൾ ജീവിതത്തിൽ ഒരുപാടായി വന്നു ചേരുന്നതിനും വേണ്ടി വിഷ്ണു ഭഗവാനെ പ്രാർത്ഥിക്കുകയും നിത്യവും ഭഗവാന്റെ ക്ഷേത്ര ദർശനം നടത്തുകയും ഭഗവാന്റെ നാമങ്ങൾ ജപിക്കുകയും ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. ഏറ്റവും നല്ലത് ഭഗവാന്റെ വിഷ്ണു സഹസ്രനാമം നിത്യവും ജപിക്കുകയും കൂടാതെ ഭഗവാന്റെ ക്ഷേത്രത്തിൽ നിത്യവും ദർശനം നടത്തുകയും നിങ്ങളുടെ പക്കന്നാൾ വരുമ്പോൾ ഭഗവാനൊരു വഴിപാട് അർപ്പിക്കുകയും ഭഗവാനൊരു തുളസിമാലയോ അല്ലെങ്കിൽ തൃക്കൈവെണ്ണയോ നമ്മളാൽ കഴിയുന്ന എന്താണോ അതെല്ലാം വിഷ്ണു ഭഗവാന് ചെയ്യുക. വിഷ്ണു ഭഗവാനോ അല്ലെങ്കിൽ ശ്രീകൃഷ്ണ സ്വാമിക്കോ അല്ലെങ്കിൽ ഭഗവാന്റെ അവതാരമുള്ള ഏതെങ്കിലും ഒരു മൂർത്തിയെ പൂജിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും.